ഈ പടം റിലീസ് ആവുന്നതിന്റെ തൊട്ട് തലേന്ന് പ്രദീപ് രംഗനാഥൻ എന്ന ആക്ടർ കം റൈറ്റർ കം ഡയറക്ടറെ പറ്റിയും ആളുടെ സക്സസ് സ്ട്രീക്കിനെ പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ തൊട്ട് അടുത്ത ദിവസം ഈ സിനിമയും റിലീസായി. പോകെ പോകെ ഇദ്ദേഹത്തിന്റെ മൂന്നാമത് 100 കോടി സിനിമയായി ഇത് മാറുകയും ചെയ്തു. പക്ഷെ ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ പടത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നത് ഇതെന്ത് കഥയാടോ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള കമന്റുകളായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ റീലുകളിൽ നിന്നും പോസ്റ്റുകളിൽ നിന്നും പടത്തിന്റെ കഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇങ്ങനെ പറയാൻ കാരണം പൊതുവെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ വിത്തിൻ 3-4 ഡേയ്സ് ആ പടത്തിന്റെ കഥ വിത്ത് ട്വിസ്റ്റ് അടക്കം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഈ പടത്തിൻ്റെതായി അങ്ങനൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ആളുകൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നതല്ലാതെ ആരും ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. വളരെ നല്ല കാര്യം. അങ്ങനെ ഒടുക്കം പ്രദീപ് രംഗനാഥനെ പറ്റി ഒരു പോസിറ്റിവിറ്റി ഉള്ള ഞാൻ 100 കോടി നേടിയെന്ന വാർത്തയും ഈ മിസ്മാച്ചിങ് കമന്റ്സും ഒക്കെ ചേർത്ത് മനസ്സിലിട്ട് ഒടുക്കം ഈ പടം കണ്ടു. എന്നാ ഇളവിടായത്, വാട്ട് എ തോട്ട്, വാട്ട് എൻ ഇന്നോവേഷൻ. ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർ തമ്പുരാൻ അറിയാം. എന്തായാലും സംഗതി കലക്കിയിട്ടുണ്ട്. എന്നാലും ഇത്രയും ഫോർവേഡ് ചിന്താഗതി വേണ്ടായിരുന്നണ്ണാ. എനിവേസ്, ഈ പടം ഇങ്ങനെ ആയി തീർന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത പടം ഇറങ്ങുമ്പോൾ ഞാൻ നോക്കി നിൽക്കേണ്ട നടന്മാരുടെ എണ്ണത്തിൽ നിന്ന് ഒരാൾ കുറഞ്ഞു കിട്ടി.